ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു വലിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അത് യൂനസ് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കൊല്ലപ്പെട്ട വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയയുടെ സഹോദരൻ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് തന്റെ സഹോദരനെ കൊന്നത്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഇത് ചെയ്തതെന്ന് ഇംഗ്ലാ മഞ്ചിന്റെ നേതാവ് കൂടിയായ സഹോദരൻ ഷെരീഫ് ഉമർ ഹാദി ആരോപിച്ചു. ഇതോടുകൂടി തന്നെ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ച് കലാപത്തിന് ശ്രമിച്ചവരെല്ലാം തന്നെ വെട്ടിലായിരിക്കുകയാണ്. കാരണം ഈ കുറ്റവാളികൾ അല്ലെങ്കിൽ കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നു എന്ന് ആദ്യം പറഞ്ഞ പോലീസ് ഇപ്പോൾ മലക്കം പറഞ്ഞിരിക്കുന്നു. പോലീസ് പറയുന്നത് പ്രധാന പ്രതിയായ ഫൈസൽ കരീം മസൂദ് ഇന്ത്യയിലേക്ക് കടന്നതിന് യാതൊരു തെളിവുമില്ല എന്ന്. ഇയാളുടെ കൂട്ടാളികളായ രണ്ടുപേരെ ബംഗ്ലാദേശ് പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ മാത്രം പോലീസ് പിടികൂടിയിട്ടില്ല. ഏതായാലും യൂനസ് കരുതിയിടത്തല്ല കാര്യങ്ങൾ. യൂനസ് ഇത് ഒരു ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് കൂടുതൽ നാൾ ഭരണത്തിൽ തുടരാമെന്ന് യൂനസ് കരുതിയെങ്കിൽ അതിനെയൊക്കെ പാടെ മാറ്റി മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹാദിയയുടെ സഹോദരന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. യൂനസ് ആണ് തന്റെ സഹോദരന്റെ കൊലയ്ക്ക് പിന്നിലെന്നാണ് ആരോപിച്ചിരിക്കുന്നത്. അതോടുകൂടി തന്നെ കളം മാറുകയാണ്. ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസം തന്നെ ബംഗ്ലാദേശിന്റെ പൊതുവികാരമല്ല എന്ന് ബംഗ്ലാദേശിലെ പല നേതാക്കളും പറയുകയുണ്ടായി. ചില തീവ്രവാദ സംഘടനകൾ മദ്രസകളും മറ്റും കേന്ദ്രീകരിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി നടത്തുന്ന പെക്കുത്തരങ്ങൾ മാത്രമാണ് അതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതിനെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇംഗ്ലാ മഞ്ചിന്റെ നേതാവും ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരനും കൂടി രംഗത്തെത്തിയിരുന്നു. ഇതോടുകൂടി തന്നെ യൂനസിന്റെ നില കൂടുതൽ പരിങ്ങലിലേക്ക് പോകുന്നു. യൂനസിന്റെ ആ ഒരു സർക്കിൾ വളരെ ചുരുങ്ങിയിരിക്കുന്നു. കാരണം യൂനസിനെ അധികാരത്തിൽ ഏറ്റുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാടുപെട്ടതും പ്രക്ഷോഭം നയിച്ചതുമായ വിദ്യാർത്ഥി സംഘടനയായിരുന്നു ഇംഗ്ലാ മഞ്ച്. മലയാളം.